എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. സ്തോത്രം. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ നേതാക്കൾ പഠിച്ചതും പഠിപ്പിച്ചതും ചെയ്തതും അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുകയും ചെയ്യണമെന്നാണ്. മറ്റ് യഹൂദന്മാരാണ് ഇവരുടെ യഥാർത്ഥമായ അയൽക്കാർ. യഹൂദന്മാരല്ലാത്തവരും ഒരിക്കലും ഇവരുടെ അയൽക്കാരല്ല. യഹൂദന്മാരല്ലാത്തവരെ ഇവർ വെറുക്കുന്നു. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ അങ്ങനെയല്ലായിരുന്നു. ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരും അയൽക്കാരാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 37 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല ശമര്യക്കാരൻ്റെ ഉപമ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യെരുശലേമിൽ നിന്ന് 18 മൈൽ കിഴക്കും ഏകദേശം 3300 അടി താഴ്ചയിലും സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു എരിഹോ പട്ടണം. എരിഹോവിനും യെരുശലേമിനും മധ്യയുള്ള വഴി പാറക്കെട്ടുകളും ദുർഘടം പിടിച്ചതുമായിരുന്നു. മാത്രവുമല്ല, കൊള്ളക്കാരുടെ താവളമായിരുന്നു ഈ വഴി. വഴിയാത്രയിൽ ആളുകളെ കൊള്ളയടിക്കുന്നത് സർവ്വസാധാരണ സംഭവമായിരുന്നു. യഹൂദന്മാരിൽ ഏറ്റവും കൂടുതൽ നീതിയുള്ളവരായിരുന്നു പുരോഹിതന്മാരും ലേവ്യരും. എന്നാൽ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട യഹൂദ സഹോദരനോട് കരുണ കാണിക്കുവാൻ കഴിയാതെ വണ്ണം അവർ തിരക്കുള്ളവരായിരുന്നു. ഒരുപക്ഷെ അവരുടെ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് പ്രധാനം കൊടുത്തുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് അതിനേക്കാൾ വലിയ ജോലി ഉള്ളതുകൊണ്ടായിരിക്കാം. എന്തുമാകട്ടെ, പൂർണ്ണ യഹൂദന്മാരല്ലാത്ത ശമര്യക്കാരും യഹൂദരും അന്യോന്യം വെറുത്തിരുന്നുവെങ്കിലും കൊള്ളയടിക്കപ്പെട്ട യഹൂദനോട് കരുണയും സഹതാപവും ഈ ശമര്യക്കാരൻ കാണിച്ചു എന്ന് മാത്രമല്ല, മുറിവേറ്റ യഹൂദന് വേണ്ട എല്ലാ കരുതലും അവൻ ചെയ്തു കൊടുത്തു. മുറിവേറ്റ യഹൂദൻ്റെ മുറിവുകൾ വച്ചുകെട്ടി ഒരു വഴിയമ്പലത്തിലാക്കി വേണ്ട പണം കൊടുത്തു. ഇതാണ് കർത്താവ് അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ മീനിങ്. ആവശ്യത്തിലിരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതല്ല നല്ല ശമര്യക്കാരൻ്റെ രീതി. വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ നാം മറ്റുള്ളവരെ, അതായത് എല്ലാ അയൽക്കാരെയും ഒരുപോലെ സ്നേഹിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ അയൽക്കാരൻ ആര് എന്നൊരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുന്നു. 29-ാം വാക്യത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം കർത്താവ് നൽകുന്നുണ്ട്. എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ആവശ്യത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യരും. ഈ ഉപമയിൽ നിന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നല്ല ഒരു അയൽക്കാരനാണോ? ഞാനൊരു അയൽക്കാരനെ പോലെ പെരുമാറുന്നുണ്ടോ? എൻ്റെ അയൽക്കാരൻ യഥാർത്ഥത്തിൽ ആരാണ്?
ഞാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഇത് ഒരു സാധാരണ വിശ്വാസി തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇവിടെ യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട അശുദ്ധനായ ശമര്യക്കാരനാണ് നല്ല അയൽക്കാരൻ എന്ന് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നു. ഇവനാണ് വാസ്തവത്തിൽ നിത്യജീവന് അവകാശിയായിരിക്കുന്നത്. യേശു ന്യായശാസ്ത്രിയോട് പറഞ്ഞത്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. മുറിവേറ്റ യഹൂദനോട് ശമര്യക്കാരൻ കാണിച്ച കരുണയും സ്നേഹവും നീയും പോയി ആവശ്യത്തിലിരിക്കുന്ന ഏവരോടും, പ്രത്യേകിച്ച് വെറുക്കപ്പെട്ട ശത്രുക്കളായ ശമര്യക്കാരോടും കാണിക്കുക. ഇനി നാം നമ്മളിലേക്കൊന്ന് നോക്കുക. നമ്മെ വിളിച്ച് ഒരു ഊണ് തരുന്നവർക്ക് നാമും തിരിച്ചു വിളിച്ച് ഒരു ഊണ് കൊടുക്കും. നമ്മെ കല്യാണം ക്ഷണിച്ചവരെ നാം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ക്ഷണിക്കും. എന്നാൽ ആവശ്യത്തിലിരിക്കുന്നവൻ്റെ മുന്നിൽ നാം കണ്ണടയ്ക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് വളരെയധികം പ്രസ്താവിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 33-ൽ കർത്താവ് പറയുന്നത്, പാമ്പുകളെ, സർപ്പസന്തതികളെ നിങ്ങൾ നരകശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതായത് പാമ്പുകളെയും സർപ്പങ്ങളെയും പോലെ ചതിയന്മാരും വിഷം ചീറ്റുന്നവരുമായിരുന്നു യഹൂദ നേതാക്കൾ. ക്രിസ്തു സൗമ്യനും കനിവുള്ളവനുമായിരുന്നു. എന്നാൽ കപടഭക്തിക്കാരെയും വ്യാജ ഉദാഷ്ടാക്കളെയും പരീശന്മാരെയും നേരിട്ടപ്പോൾ കർത്താവ് കോപം കാണിച്ചിട്ടുണ്ട്. യെരുശലേം ദേവാലയത്തിൽ പണം മാറ്റുന്നവരെയും യാഗത്തിനുള്ള മൃഗങ്ങളെ വിൽക്കുന്നവരെയും യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ശത്രുവിനോട് എതിർക്കണമെന്ന് വളരെയധികം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കർത്താവിന് ശത്രുവിനെ സ്നേഹിക്കുവാൻ പറയാൻ കഴിയുന്നത്? കർത്താവ് പറയുന്നത്, വ്യക്തിപരമായി നമ്മോട് തെറ്റ് ചെയ്തവരെ ശത്രുക്കളായി കാണരുത്. സ്തോത്രം. അവരെ നാം സ്നേഹിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ ശത്രുക്കളെ എതിർക്കുകയും ശാസിക്കുകയും വേണം. ദൈവത്തിൻ്റെ ശത്രുക്കളെ ശിക്ഷിക്കുന്നതിന് ദൈവം നമ്മെ ഉപയോഗിക്കും. ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശത്രുവിനെ നാം എതിർത്താൽ വ്യക്തിപരമായി ആ ശത്രുവിനെ നാം സ്നേഹിക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും വേണം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും വേണം. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ ദൈവം സ്നേഹിക്കുന്നു. നാമും ഒരു കാലഘട്ടത്തിൽ പാപികളായിരുന്നു. നാം സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരണം എന്ന് യേശു പഠിപ്പിച്ചു. അതുമാത്രമല്ല, നാം സ്വർഗീയ പിതാവിനെ പോലെ ആയിത്തീരണമെന്നും കർത്താവ് പറഞ്ഞു. ദൈവം തൻ്റെ ശത്രുക്കളോട് സ്നേഹം കാണിക്കുന്നു. അതിനാൽ നാമും അങ്ങനെ തന്നെ ചെയ്യണം. നാം കർത്താവിൻ്റെ മാതൃക ഉള്ളവരായിത്തീരണം. ഒന്ന് നാം ചിന്തിക്കുക, ദൈവം ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും, നാം വായിച്ച വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, മഴ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. പാപികൾക്ക് വേണ്ടി മരിക്കാനാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ മിടുക്കോ കുടുംബ മഹിമയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ല. അതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം അവൻ്റെ ശത്രുക്കളായിരിക്കുമ്പോൾ, പാപത്താൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കണം. എന്തുകൊണ്ടാണ് പാപികളോട്, അതായത് തൻ്റെ ശത്രുക്കളോട് ദൈവം ഇത്ര വലിയ സ്നേഹം കാട്ടിയത്? അതിന് കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ദൈവം സ്നേഹം തന്നെയാണ്. യഥാർത്ഥ ആത്മീയ സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവം സ്നേഹം തന്നെയാണ്. ഈ സ്നേഹം, അതായത് ദൈവസ്നേഹം, നാം ശത്രുക്കളോട് എങ്ങനെ കാണിക്കണം?
ലൂക്കോസിൻ്റെ സുവിശേഷം 6:27 28 പറയുന്നത് വാക്യങ്ങളിലേക്ക് നാം നോക്കിയാൽ കർത്താവ് തന്നെ പറയുകയാണ്, സ്തോത്രം, ഇതിൻ്റെ ആൻസർ പറയുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്തോത്രം. നിന്നെ ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. നിന്റെ മേലങ്കി എടുക്കുന്നവന് നിന്റെ അങ്കിയും നൽകുവാൻ മടിക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുക്കുന്നവനോട് തിരിച്ച് ചോദിക്കരുത്. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ അത് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യുവാൻ. നാം കർത്താവിൻ്റെ ഈ പ്രസ്താവന ഒന്ന് വിലയിരുത്തിയാൽ, ഒന്ന് ഇരുന്ന് പഠിച്ചു നോക്കിയാൽ, ധ്യാനിച്ചു നോക്കിയാൽ, കർത്താവ് പ്രസ്താവിച്ചതുപോലെ നമുക്ക് ചെയ്യുവാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷ്യം സമൂഹത്തിൽ എത്ര വലുതായിരിക്കും, നമ്മുടെ പ്രകാശം എത്ര വലിയ പ്രകാശമായി തീരും. മറ്റുള്ള മതങ്ങളിൽ ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ ഇല്ല, ഇങ്ങനെയുള്ള ഉപദേശങ്ങളില്ല. 1 പത്രോസിൻ്റെ ലേഖനം 3:9 പറയുന്നത്, ദോഷത്തിന് പകരം ദോഷവും സഹാരത്തിന് പകരം സഹാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ഈ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ഈ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് സാധ്യമാണോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. എങ്കിൽ നാം യേശുവിൻ്റെ സ്നേഹിതന്മാർ എന്ന് അറിയപ്പെടും, സമൂഹത്തിൽ അറിയപ്പെടും. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളെ ശത്രുക്കളെ മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുക. ഒന്നാമത്തെ രക്തസാക്ഷി സ്റ്റെഫാനോസ് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി അവൻ കല്ലേറ് കൊള്ളുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നാം ഒന്ന് നോക്കുക. തൻ്റെ ശത്രുക്കൾ ദേഷ്യത്തോടെ പല്ല് കടിച്ചപ്പോൾ സ്റ്റെഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. നമുക്ക് ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്റ്റെഫാനോസിനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരിടമാണ് കാൽവറി ക്രൂശ്. കർത്താവ് പറയുന്നത്, നാം ആരെ സ്നേഹിക്കണം? ശത്രുക്കളെ സ്നേഹിക്കണം. നാം ശത്രുക്കളെ സ്നേഹിക്കാതിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്താൽ നാം ദൈവകൽപ്പന അനുസരിക്കുന്നില്ല. തിരുവചനം പറയുന്നത്, എല്ലാ കൽപ്പനകളും പാലിക്കുന്നതിനുള്ള സഹായവും ശക്തിയും കൃപയും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നൽകാതെ ഒരു കൽപ്പന പോലും കർത്താവ് നമുക്ക് നൽകിയിട്ടില്ല. ശത്രുക്കൾക്ക് വേണ്ടിയും മിത്രങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള പരിശുദ്ധാത്മ ശക്തി കർത്താവ് നമുക്ക് ധാരാളമായി പകർന്നു തന്നിട്ടുണ്ട്. റോമാലേഖനം 5:5 പറയുന്നത്, നാം അനുസരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്. മത്തായിയുടെ സുവിശേഷം നാം വായിച്ച വാക്യത്തിലേക്ക് 5:46-47 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ഈ വാക്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. നാം അവിശ്വാസികളിൽ നിന്നും വ്യത്യസ്തരാണോ? ലോക മനുഷ്യരിൽ നിന്നും നാം വ്യത്യസ്തരാണോ? ഒന്ന് ചിന്തിക്കുക. ഭൂരിഭാഗം മനുഷ്യരും വ്യഭിചാരം ചെയ്യുന്നില്ല, കൊല ചെയ്യുന്നില്ല, മിക്കവരും അവരവരുടെ കടമകൾ നിർവഹിക്കുന്നവരാണ്. അവരുടെ അയൽക്കാരെ സഹായിക്കുന്നു, ചിലർ പാവങ്ങൾക്ക് സഹായം എത്തിക്കുന്നു, മറ്റ് ചിലർ സ്നേഹിതന്മാർക്ക് കടം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? കർത്താവിൻ്റെ ഉപദേശം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് വ്യത്യസ്തരായിരിക്കാൻ കഴിയുകയുള്ളൂ, ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. ലോകം പറയുന്നു തെറ്റായ പ്രവൃത്തികൾ പാടില്ല എന്ന്, എന്നാൽ കർത്താവ് പറയുന്നു തെറ്റായ ചിന്തകൾ പാടില്ലെന്ന്. ലോകം പറയുന്നു കൊല ചെയ്യരുത്, എന്നാൽ യേശു പറയുന്നു കോപിക്കരുത്. ലോകം പറയുന്നു
അധികം പകരം വീട്ടരുത്. എന്നാൽ യേശു പറയുന്നു ഒരിക്കലും പകരം ചോദിക്കരുത്. ലോകം പറയുന്നു സ്നേഹിതരെ സ്നേഹിക്കണം, എന്നാൽ കർത്താവ് പറയുന്നു ശത്രുവിനെ സ്നേഹിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നിങ്ങളോട് ചോദിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എത്രമാത്രം വ്യത്യസ്തരാണ്. ഒടുവിലായി കർത്താവ് ഏറ്റവും പ്രയാസമുള്ളൊരു കൽപ്പന നൽകുന്നുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5:48. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആകുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 6:36 പറയുന്നത് നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. ദൈവം നമ്മുടെ പിതാവാകും. നാം അവൻ്റെ മക്കളാകയാൽ നാം മക്കളെപ്പോലെ പ്രവർത്തിക്കണം. നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ദൈവം സകലരുടെയും സൃഷ്ടാവാണ്. എന്നാൽ യേശുവിനെ പിൻപറ്റുന്നവരുടെ മാത്രം പിതാവാണ്. നാം അവൻ്റെ മക്കളാകയാൽ അവൻ സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണൻ ആയിരിക്കണം. എങ്ങനെ നമുക്ക് സൽഗുണപൂർണൻ ആകാൻ കഴിയും? ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് പോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണം. ദൈവം മനസ്സലിവ് കാണിക്കുന്നത് പോലെ നാം മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കണം. ഇതാണ് ദൈവസ്നേഹം. പരിശുദ്ധാത്മാവിനാൽ സകലതും സാധ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഫിലിപ്പിയ ലേഖനം 4:13 പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലത്തിനും മതിയായവൻ. അപ്പോസ്തലനായ പൗലോസ് തുടർന്ന് ആ അധ്യായത്തിൽ തന്നെ പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 4:19, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ എൻ്റെ ദാനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവം പ്രത്യേകമായി നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെല്ലാം തീർത്തു തരും. നമുക്ക് കുറവുള്ളതെല്ലാം തീർത്തു തരുവാൻ ദൈവം സന്നദ്ധനാണ്. മത്തായിയുടെ സുവിശേഷം 7:11 നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ന്യായവിധി ദിവസത്തിൽ ദൈവം ഓരോരുത്തരോടും ചോദിക്കും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് ശത്രുക്കളെ സ്നേഹിച്ചില്ല? എന്തുകൊണ്ട് ആവശ്യക്കാരുടെ നേരെ കണ്ണടച്ചു? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ കടക്കാരോട് എന്തുകൊണ്ട് ക്ഷമിച്ചില്ല? നിങ്ങളുടെ കടമയേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ എന്ത് ഉത്തരം നൽകും? പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ആ നാളിൽ നാം ലജ്ജിച്ചു പോകരുത്. സ്തോത്രം. ആ നാളധികം ദൂരമില്ല, വളരെ അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശുവിനെ പോലെ ആയിത്തീരുക. ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി വിശക്കുക. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആകുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും അതുപോലെ ആകുവിൻ. യേശുവിനെ പോലെ ആകുവിൻ. ഈ ലോകത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ പോലെ സൽഗുണപൂർണൻ ആകാൻ കർത്താവ് നമ്മെ ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചു. സ്തോത്രം. ആ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ നാം സ്നേഹിക്കണം. ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നന്മ ചെയ്യണം. സ്നേഹം എല്ലാം പൊറുക്കുന്നു. സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉളവാക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും ശത്രുക്കളെ സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. God bless you all.